കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ ഇന്ന് നിർണായക ദിനമാണ്. മൂന്നിൽ ആരാകും മുഖ്യൻ എന്നതാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. നോക്കാം മുഖ്യനംഗം. കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ച നിർണായക ഘട്ടത്തിലേക്ക്. നേതാക്കളുമായി വൈകിട്ട് 4 മണിക്ക് ഹൈക്കമാൻഡ് ചർച്ച നടത്തും. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ വെച്ചാണ് കൂടിക്കാഴ്ച. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, 4 മണിക്ക് ഈ നേതാക്കളുമായി ഹൈക്കമാൻഡ് ചർച്ച നടത്തും. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വീട്ടിൽ വൈകിട്ട് 4 മണിക്കാണ് നേതാക്കന്മാരുമായിട്ട് AICC അധ്യക്ഷൻ ചർച്ച നടത്തുന്നത്. ഇതിൽ പ്രധാനമായും ആദ്യം ഓരോ നേതാക്കന്മാരെയും കണ്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ കേൾക്കും. കഴിഞ്ഞ ദിവസം കേന്ദ്ര നിരീക്ഷകർ അവരുടെ റിപ്പോർട്ട് നൽകിയിരുന്നു. ആ റിപ്പോർട്ടിൽ ആരുടെയും പേര് എടുത്തു പറഞ്ഞുള്ള ഒരു പരാമർശമില്ല. എന്നാൽ പറയാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ അജയ് മക്കാനും ഒപ്പം തന്നെ ഈ ദീപാദാസ് മുൻഷിയും അടങ്ങുന്ന സംഘം കൃത്യമായും മല്ലികാർജ്ജുൻ ഖാർഗെയോട് പറഞ്ഞിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ 3 നേതാക്കന്മാർക്കും പറയാനുള്ള കാര്യം വ്യക്തമായി കേൾക്കും. അതിനുശേഷം 3 പേരോടും തിരിച്ച് ഹൈക്കമാൻഡിന് പറയാനുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യും. ഇതിൽ അവർ ഒരു കാരണവശാലും ധാരണയിലെത്തിയില്ല എന്നുണ്ടെങ്കിൽ അവസാന ഘട്ടത്തിലായിരിക്കും രാഹുൽ ഗാന്ധി ഇടപെടുക. രാഹുൽ ഗാന്ധി ഇടപെട്ട ഏതെങ്കിലും ഒരു പേര് നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് വലിയ തരത്തിലുള്ള ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തരത്തിലുള്ള തർക്കങ്ങളിലേക്ക് പോകുകയാണ് എന്നുണ്ടെങ്കിൽ അവസാന ഘട്ടത്തിൽ സോണിയാഗാന്ധിയും ഇടപെടും എന്നുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ചർച്ചകൾ 4 മണിക്ക് ആരംഭിക്കും. മല്ലികാർജ്ജുൻ ഖാർഗെ ആണ് ആദ്യം ഈ നേതാക്കന്മാരുമായിട്ട് ചർച്ച നടത്തുക. ഇന്നലെ രാത്രിയോടുകൂടിയാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും അതുപോലെ തന്നെ VD സതീശനും രമേശ് ചെന്നിത്തലയും എല്ലാം ഡൽഹിയിൽ എത്തിയത്. ഡൽഹിയിലെത്തിയ VD സതീശന് വലിയ തരത്തിലുള്ള ഒരു സ്വീകരണം അവിടെ ഒരുക്കിയിരുന്നു. അതിനെല്ലാം ഉപരിയായി ഇപ്പോൾ പ്രധാനമായും KC വേണുഗോപാൽ മുഖ്യമന്ത്രി എന്ന ആവശ്യത്തിൽ നിന്നും പിന്മാറുന്നില്ല, അതിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഒപ്പം MLA-മാരുടെ കൂടുതൽ ഭൂരിപക്ഷ പിന്തുണയും KC വേണുഗോപാലിനുണ്ട് എന്നുള്ള ഒരു കാര്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ എങ്ങനെയാണ് കണക്കാക്കുന്നത്, പരിഗണിക്കുന്നതെന്നുള്ളതൊക്കെ പിന്നീട് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. അതേസമയം VD സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് 35 MLA-മാരുടെ പിന്തുണയുണ്ട്. അതിനപ്പുറത്തേക്ക് ഘടകകക്ഷികളുടെ പിന്തുണ കൂടിയുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. ഘടകകക്ഷികൾ എന്ന് പറയുമ്പോൾ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ കൃത്യമായും VD സതീശൻ തന്നെ മുഖ്യമന്ത്രി പദത്തിലേക്ക് വരണം എന്നുള്ള ആവശ്യം അവർ ഉന്നയിക്കുന്നു. മാത്രമല്ല അവർ ചില സമ്മർദ്ദ തന്ത്രങ്ങൾ കൂടി മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇവിടെ കേരളത്തിൽ വെച്ച് നിരീക്ഷകരെ കണ്ടപ്പോൾ അത് കൃത്യമായി അറിയിക്കുകയും ചെയ്തു. കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് പ്രതിപക്ഷ നേതാവ് നിലയ്ക്ക് VD സതീശൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ഗുണകരമായി UDF-നും ഒപ്പം കോൺഗ്രസിനും ഉപയോഗം ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിലായിരുന്നു അവർ പറഞ്ഞു വെക്കുന്നത്. ഒപ്പം തന്നെ ജോസഫ് വിഭാഗവും ഇപ്പോൾ VD സതീശന് അനുകൂലമായ ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഘടകകക്ഷികളുടെ നിലപാടിന് അപ്പുറത്തേക്ക് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ എന്ത് തീരുമാനമാണ് എടുക്കുന്നതെന്നുള്ളതാണ് ഇന്ന് അറിയാൻ കഴിയുക. എന്തായാലും നാളെ തന്നെ മുഖ്യമന്ത്രി ആര് എന്നുള്ള കാര്യത്തിൽ ഒരു ധാരണയിലേക്ക് എത്തിച്ചേരും. ബുധനാഴ്ചയ്ക്കകം സത്യപ്രതിജ്ഞ നടത്താനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനൊപ്പം തന്നെ കോൺഗ്രസിലെ മന്ത്രിമാരുടെ കാര്യത്തിലും ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ 3 നേതാക്കന്മാരും ഡൽഹിയിൽ തന്നെ ഉണ്ട്. മറ്റ് ചർച്ചകളൊന്നും തന്നെ അവർ പങ്കെടുക്കുന്നില്ല. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വീട്ടിൽ നടക്കുന്ന ചർച്ചയോടുകൂടി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ ഇപ്പോൾ കോൺഗ്രസിലെ നേതാക്കന്മാർക്കുണ്ട്. ഇതിനിടയിൽ തന്നെ ഏതെങ്കിലും പ്രതിസന്ധി ഘട്ടമുണ്ടായാൽ മുതിർന്ന നേതാവായ AK ആൻ്റണി ഉൾപ്പെടെയുള്ളവരുടെ അഭിപ്രായങ്ങൾ കൂടി തേടും എന്നുള്ള വിവരങ്ങൾ കൂടി വ്യക്തമാണ്. എന്തായാലും 3 പേരും, അതായത് KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും VD സതീശനും മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറല്ല എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. കാരണം 3 പേരും അവരവരുടെ സ്റ്റാൻഡുകളിൽ ഉറച്ചു നിൽക്കുകയാണ്. അവരെന്താണോ വാദം ഉന്നയിക്കുന്നത് ആ വാദങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. കാരണം ഭൂരിപക്ഷ MLA-മാരുടെ പിന്തുണയുണ്ട് എന്ന് VD സതീശൻ വാദിക്കുമ്പോൾ ഘടകകക്ഷികളുടെയും MLA-മാരുടെ പിന്തുണ തനിക്കുണ്ട് എന്നാണ് VD സതീശൻ്റെ വാദം. അതിനെല്ലാം അപ്പുറത്തേക്ക് പ്രവർത്തന രംഗത്തെ പാരമ്പര്യവും പരിചയവും തനിക്കുണ്ടെന്ന് രമേശ് ചെന്നിത്തലയും പറയുന്നുണ്ട്. എന്തായാലും 3 ക്യാമ്പുകളും സജീവമായി വളരെ ശ്രദ്ധയോടുകൂടി തന്നെ വീക്ഷിക്കുകയാണ്. നിലവിൽ ഇന്നേ ദിവസം വലിയ തരത്തിലുള്ള ഫ്ലക്സ് വിപ്ലവങ്ങളോ അല്ലെങ്കിൽ തെരുവിലിറങ്ങിയുള്ള പ്രകടനങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. കാരണം ഇതിനെല്ലാം തന്നെ വിലക്ക് ഏർപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു KPCC-യും AICC-യും. അതല്ലാതെ വഴിവിട്ട് നടത്തുന്ന ഇത്തരം പ്രകോപനപരമായ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ
ഫ്ലെക്സ് ബോർഡുകൾ വലിച്ചു കീറിയതൊക്കെ തന്നെ വലിയ തരത്തിൽ ചർച്ചയായി മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം പ്രവർത്തനങ്ങളെ യാതൊരു കാരണവശാലും കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വമോ ദേശീയ നേതൃത്വമോ പ്രോത്സാഹിപ്പിക്കത്തില്ല എന്ന് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും ഇന്ന് 4 മണിക്ക് ചർച്ചകൾ തുടങ്ങും. ചർച്ചയിൽ 3 നേതാക്കന്മാർ പങ്കെടുക്കും. ആദ്യഘട്ടത്തിൽ 3 പേരെ ഒരുമിച്ചും പിന്നീട് വെവ്വേറെയും കണ്ട് പ്രശ്നങ്ങൾ കേൾക്കും. അതിനുശേഷമായിരിക്കും അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് കടക്കുക. ശരി, എന്തായാലും കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ച അങ്ങനെ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നേതാക്കളുമായി വൈകിട്ട് 4 മണിക്ക് ഹൈക്കമാൻഡ് ചർച്ച നടത്തും. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടക്കുന്നത്. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.